അപ്പോഴേക്കും വെളുപ്പിനായിരുന്നു അല്ലേടാ മുരുക. പക്ഷേ കാട്ടിൽ വെളിച്ചം വീണിട്ടില്ല. ജോമോൻ ചേട്ടായി പോത്തിന്റെ ചോര അണഞ്ഞിട്ട് കാല് കൂട്ടി കെട്ടുവാ. ഞാനും മുരുകനും സെൻട്രി. ഈ മണം പിടിച്ച് വരണതിനൊക്കെ വെടിവെച്ചിടാനേ. കാരണം ഈ ചോര വീണാ പിന്നെ റിപ്പല്ലൻ്റ് ഒന്നും പറക്കാവത്തില്ല. അപ്പോൾ താണ്ടാ ഇരുട്ടത്ത് മിന്നുന്ന കുറച്ച് കണ്ണുകൾ. ലേശം ദൂരത്താ ഒരു തള്ളച്ചെന്നായി 3 കുഞ്ഞുങ്ങളും. ഞാനതിൻ്റെ വലിപ്പം കണ്ട് അന്താളിച്ച് നിൽക്കുമ്പോൾ മുരുകൻ പിസ്റ്റോളെടുത്ത് ഒരൊറ്റ വെടി ചെന്നായുടെ പൊള്ളയ്ക്ക്. ഇത് കേട്ടതും ചത്ത പോത്ത് കിടന്ന് പെടയാൻ തുടങ്ങി. ചിലതുങ്ങൾ അങ്ങനാടേ, കൊന്നാലും ചാകം. പിന്നെ ഞാനും ജോമോൻ ചേട്ടായും ജോസേപ്പേട്ടായും കൂടെ പോത്തിനെ പിടിച്ച് തല പിടിച്ച് വെച്ചിട്ട് കഴുത്തൊന്നുകൂടാൻ കണ്ടിച്ച്. അപ്പോൾ ഈ മുരുകൻ പിന്നെയും പൊട്ടിച്ച് 2 എണ്ണം ചെന്നായ ഫ്ലാറ്റ്. എടാ മോനെ ഇവാനെ, എന്താ നിന്റെ +2 റിസൾട്ട് വന്നാ? നീ കവലയിൽ പടം കണ്ടില്ലേ? പുല്ലിന് 4 A+. ആ അത് പറ. ചെക്ക A+ കൊണ്ടുവന്ന് നേരെ വേട്ടയ്ക്ക് വിടാന്നാ മത്തായി ചേട്ടൻ പറഞ്ഞേക്കണേ. ആത്മൻ മയിരേ, പണ്ട് നീ പറമ്പിന്ന് ജാതിക്ക് ചൂണ്ടി ഓടിയതിനു ശേഷം എൻ്റെ അപ്പൻ്റെ മോൻ കണ്ടിട്ടുണ്ടാ? ഇല്ല, അതിന് എന്നോടല്ല പറഞ്ഞേ, ദേ ജോമോൻ ചേട്ടായിനോടാ. അല്ലേ ഏട്ടായി? വാണ്ടി ഇതൊന്ന് ഓയിലിട്. ആ ഇതാ ഞാൻ നോക്കിയിരുന്നേ. നിങ്ങളിതെവിടെയായിരുന്നു? പോയാ റേച്ചൽ വിളിച്ചായിരുന്നടാ, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിന് അത്യാവശ്യം ചേച്ചി മറ്റേ സതീഷ് ചേട്ടനല്ലേ വിളിക്കാറ്? നേരെ കത്തിരിക്കാണത്. അങ്ങനെയല്ലേ? ശരി, പുലരിത്തിയിട്ട് പുരോട്ട് വിടും. ഞങ്ങളെ മറന്നിട്ടില്ലെന്ന വിശ്വാസത്തോടെ എഴുതട്ടെ. ആരെയും യുവാണി മറക്കാറില്ല. അതെ, ആരാണ് എഴുതുന്നത്? ബാലകൃഷ്ണൻ, പുഷ്പ, സ്വപ്ന, സന്ദേശ്, കൊയിലാണ്ടി. എൻ്റെ പൊന്നേട്ടായമാരെ, കഴിഞ്ഞ മാസം കയറിയ മറ്റേ വരുത്തൻ്റെ ഇതുവരെ കാടിറങ്ങിയിട്ടില്ല. ഇതിനു മാത്രം വെടിവെക്കാതൊന്ന് നാമസം ഫോറസ്റ്റാ. ഒന്നെങ്കിൽ പുലി അല്ലെങ്കിൽ മലവെള്ളം, രണ്ടായാലും ബോഡി കിട്ടൂല. ചത്തതിന് ശേഷം എന്തിനാടാ മോനെ ബോഡി? തിന്നാനാ? തിന്നണ കാര്യല്ല പറഞ്ഞത്, ചാവാണ്ടിരിക്കണ കാര്യാ. എനിക്ക് ചാവണ്ടാന്നേ. ശശിയം കിഴക്കൻ പറഞ്ഞേട്ടാ തോന്നുന്നു നമ്മൾ കാട്ടിൽ വീരപ്പനെ പിടിക്കാൻ പോണം. എന്തൊരു പേടിയാടാ ഇത്. ആ വലിയമ്പുറത്തെ പങ്കുച്ചിന്റെ പേരെന്തുവാടാ? ആ കൊച്ചിന്റെ പേരെന്താന്ന്? ഇവാനെ, ആ സുന്ദരി കൊച്ചിന്റെ പേരെന്തുവാടാ? ആലീസ്. ആ ആലീസ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വേട്ടയായിരുന്നപ്പോ കവലയിൽ വെച്ച് ഇറച്ചി വാങ്ങാൻ കൊച്ചും വന്നാർന്നേ. അത് വിട്. എന്ത് വിടാൻ? ഉള്ള കാര്യമല്ലേ പറയുന്നത്. അമ്മാതിരി നോട്ടല്ലായിരുന്നു അവളുടെ. നമ്മുടെ ജോമോൻ ചേട്ടായിന് 100-800 കിലോ ഇറച്ചിയാ അന്നിവിടെ ഹൈറേഞ്ച് തൂങ്ങിയേ. പെൺപിള്ളേർക്കല്ലെങ്കിലും വേട്ടയ്ക്ക് പോണവരെ കാണുമ്പം ലേശം ചൂട് കൂടുതലാ. പിന്നെ 3-4 A+ കിട്ടണ പോലെ അല്ലടാ ഇവാനെ. നീ ആ ജോമോൻ ചേട്ടായിനൊന്ന് നോക്കിയേ. ഇവന്മാർ പറയുന്നത് നീ കാര്യം വെക്കണ്ട. നീ ഒന്ന് ഇരുത്തി വലിച്ചേ. വലിക്കടാ. ഇന്നെനിക്ക് കാല് വയ്യ, ഒന്ന് മടങ്ങി. പാറാവിന് അറിവുണ്ട്. നീ തോക്ക് പിടിക്കണ്ട, പക്ഷെ നമുക്ക് ടോർച്ച് പിടിച്ച് കിടക്കുന്ന ആള് വേണം. പോവാം. Deep within the woods surrounding our beloved city, the blasphemous music echoes in my mind, driving me to the point of insanity. ആഹാ, അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങണ പോലെ ഉണ്ടല്ലേ. അതാ 10-ാം മൈലുണ്ടാ ഇല്ലടാ മൃഗ. ഉള്ള മൈൽ വെച്ചടിക്കുക. ആ ഇല്ലെങ്കിൽ നിരന്ന് മുള്ള ഇന്ത്യൻ ബൈസൺ. അവൻ്റെ അറിഞ്ഞൂടെ നോക്കിയൊക്കെ വേണേ, മൊത്തം വെള്ളം കേട്ടോ.
തെന്നി അടിച്ചിരുന്ന തല പൊട്ടാളം അവന്മാരവിടെ കൂടെ കയറി പോയാ. അല്ല കൊതു ശല്യമുണ്ട് കേട്ടോ. കയറുക മുരുകേടാ, മറ്റേ കണ്ടോതി കഴിഞ്ഞ് തെക്കോട്ട് ആരാണ്ടൊക്കെ വഴി തെളിച്ചിട്ടുണ്ടെന്ന് കേട്ടല്ലോ. ആ ഞാനും കേട്ട്. മറ്റേ ചെന്നായിക്കോടുള്ള പിള്ളേരാണോ? ആര്? ആ വിഷ്ണു കർവാസീസാ. അവരിപ്പോൾ എന്തോ ഗോൾഡിൻ്റെ പണി തുടങ്ങിയില്ലേ? ഈശോയെ ഗോൾഡാ. ഇതൊക്കെയാണ് ഗ്രോത്ത്. വാടാ, ഇവിടെ നമുക്ക് പോത്തിൻ്റെ കുണ്ടി കിട്ടിയിട്ട് വേണം ചിട്ടി കാശ് അടഞ്ഞു പോകാൻ. ഇന്നപ്പോ ജോമോൻ ചേട്ടാ ഇല്ലാത്തോണ്ട് ജോസഫാണ് കൊണാണ്ടർ. കൊണാണ്ടർ അല്ല, കമാൻഡർ. നിനക്ക് മതിയായില്ലേ? വെടിവെട്ടിക്കുന്നവരാന്ന വേറെ കഥ പറയാടാ. ഫുൾ A+ ചിലക്കാൻ നടക്കണം മൈരോളെ. നീയൊക്കെ ഹണ്ടിങ്ങിനോ തമ്മി കുണ്ടി പറയാനാ? പോത്താൻ കോടികളും അതാണ്ടിങ്ങനെ ഒന്ന് കുണ്ടി ഇറങ്ങൂടെ? ഉറുമ്പ് അടിച്ചോ? അതേ, ഞാനൊന്ന് മുങ്ങിയിട്ട് വരാം. നല്ല ആനച്ചൂരുണ്ടല്ലോ. ഡാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അടിക്കുന്നുണ്ടോടാ? ഇല്ലേട്ടായി. പറഞ്ഞപ്പോ ഒരു തോന്നലുണ്ട്. ഡാ മുരുക, നിനക്ക് വല്ലതും കിട്ടുന്നുണ്ടോടാ? പുള്ളി ലോകത്തൊന്നല്ല. ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നുണ്ടോ? അത് കൊള്ളാം. ഇനി അവളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടണം. ക്യാഷ് അതിന്റെ പോക്കറ്റിലുണ്ടോ? നീ എടുത്തോ. ആനച്ചോരൊന്നും കിട്ടിയില്ല. പക്ഷെ ഒരു പേട്ട നായുടെ കൊരച്ചിൽ കേട്ട്. എന്താടാ ചെള്ളു ചക്ക. നീ എന്താ ദിവാസ്വപ്നം കാണാണോ? നമ്മുടെ ഹൈറേഞ്ചിലെ പിള്ളേരുടെ മൊബൈലിൽ ഒരു പടം കടന്നോടുന്നുണ്ടല്ലോടാ. മുരുകൻ പറഞ്ഞപ്പോഴേ അറിഞ്ഞത് അത് നിന്റെ തമ്പിയാണെന്ന്. പ്രകൃതി വിരുദ്ധതയാണ്, പക്ഷെ അതല്ല പ്രശ്നം. നമ്മുടെ ഫാക്ടറിയുടെ ഉള്ളിലുള്ള ഏടാകൂടം ആയോണ്ടാ ഇത്തിരി നാണക്കേടായത്. നമ്മുടെ ലാസറിൻ്റെ പയ്യനില്ലേ, അവൻ്റെ അതിലെ ഒച്ചയൊക്കെ പിള്ളേർക്ക് മനസ്സിലായിട്ടുണ്ട്. അവൻ പണ്ടേ തരികിടയാ. അവൻ ഇന്നലെ മുങ്ങി. ഞാൻ കുറച്ച് കാശും കൊടുത്ത് വിട്ടിട്ടുണ്ട്. നീ നിന്റെ തമ്പിനോടും കൂടെ ഒന്ന് മാറിയേക്കാൻ പറ. காசு வலி மனையும் பரம் நான் தரேன். என் தம்பியை நான் பார்த்துக்கிறேன். அதை பற்றி நீ யோசிக்க வேணாம். இவ்வளோதான் நான் தானே பார்த்தேன். நான் பார்த்துக்கிறேன். அப்புறம் அந்த லாசர் பையன், அவனை பற்றி நீ கவலைப்பட வேணாம். அவன் இப்போ உயிரோட இல்லை.
அவனை என் கையாலே முடிச்சிட்டேன். உனக்கும் தெரிஞ்ச விஷயத்தை பற்றி நான் இப்போ சொல்லட்டா? ஒருத்த உயிர் இருக்கிற வரைக்கும் பொயிலேயே வாழ்ந்தாலும் சாகரன் நொடியில் உண்மைதான் சொல்லும். அவனும் அப்படிதான் சொன்னான். உன் பேரு ஜோமோன். அவனுக்கு ரொம்ப பிடிச்ச பொம்மை என்ன தெரியுமா? ഇങ്ങനെ തല്ലിക്കൊല്ലാൻ എനിക്ക് വയ്യടാ. നിന്റെ ശവം കൂടി മുകളിലോട്ട് നോക്കണം. അതുകൊണ്ടാ കാട് കത്തി നിന്റെ തള്ള വന്ന ഉരുണ്ട് എടുത്തോളാം. പാട്ടി പൊരയാടി ഞാനാ പന്നീനെ. എല്ലാത്തിനോടായിട്ട് പറയുവാ, കാടില്ലെങ്കിൽ കോണത്തിലെ വേട്ടയില്ല. നമ്മൾ കൊണ്ടുവന്നൊന്നും ഇവിടെ ഉണ്ടാവരുത്. നമ്മളിവിടെ വന്നെന്ന് പോലെ ഈ കാടറിയരുത്. അതാണ് വേട്ട. നീയൊക്കെ 100 തവണ വന്നാൽ ഇതൊന്നും പഠിക്കത്തില്ല. ഇവാനെ, നീ ആ നാരീനെ വിളിച്ചോണ്ടായ സൈഡിൽ റിപ്പല്ലൻ്റെ അടി. നമ്മുടെ ഈ റേഞ്ച് പറയണം. ആത്മാടാ പോര്. പോവാം. പോടാ. ജോസഫിനെ അടിയാളെ അടിച്ചേ. എല്ലാ വേട്ടയ്ക്കും എനിക്കിനെ കിട്ടാറുണ്ടോ? ഞാൻ വിചാരിച്ചു നീ ചത്തന്നാ. ആവാനാ, ഞാനിന്ന് മല കയറും ഇറച്ചിയും കൊണ്ട്. ആ അത് ശരിയാ. ഇന്ത്യൻ ബേസ് നിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് തരും. എന്നിട്ട് പറയും, ചേട്ടാ എന്നെ വിട്ട് പീസാക്കി ഹൈ റേഞ്ച് കൊണ്ട് ഫീസ്റ്റ് കൊടുക്കാൻ. എന്തിന് പോത്ത് പോയിട്ട് പോത്തിന്റെ രോമം പോലും കിട്ടുക നിനക്ക്? മോനെ, ഈ വേട്ടയ്ക്ക് വേറെ നിയമമുണ്ട്. കാട്ടിയുള്ളപ്പോൾ ഇറച്ചി കിട്ടിയില്ലെങ്കിൽ കൂടെയുള്ളതിനെ വെട്ടിച്ചാക്കിലാക്കും. എന്നിട്ട് നീ പറഞ്ഞ പോലെ ഹൈ റേഞ്ചിൽ കൊണ്ടുപോയി ഫീസ്റ്റ് കൊടുക്കും. കേട്ടറാ? അയാളെയും പിന്നെ നിന്നെയും കൂട്ടിയ ഒരു തൂക്കം കാണും. അപ്പൊ പിന്നെ അവളെ കയറി പിടിക്കുമ്പോ നിന്റെ പേര് പറഞ്ഞു വെച്ച് നോക്കില്ലല്ലോ. എന്ത്? ആലീസേ, അവളെ മിന്നാന്ന് ഞാനിങ്ങ് എടുത്തായിരുന്നു. പറഞ്ഞു കാണില്ല, ചിലപ്പോ ഒക്കെ ബോധിച്ച് കാണും. അല്ലടാ പറഞ്ഞേ. നിന്നെ ഒട്ടിക്കെടുക്കാന്നാണ് വിചാരിച്ചേ. പക്ഷേ കുഴപ്പമില്ല. ജോസഫേട്ടാ, 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 ജോസഫേട്ടാ. ജോസഫേട്ട ഇത്രയും വലിയ വെടിക്കാരനാണെന്ന് ഞാൻ ഇപ്പോഴേ അറിഞ്ഞു. നീ ഇങ്ങനെ മുരുകന്റെ കൂടെ വെടിവെച്ച് നടന്നോ? ചേട്ടായി, അതെ, നമ്മൾ വന്നത് ശരിക്കും കാടറിഞ്ഞ് കാണും. ഓയേ, പോത്തൊക്കെ വേറെ ജില്ല കടന്നാണ്. പിന്നെ പോണ്ട് ഇവാനെ മുരുകാ, വാടാ. മുരുകാ.
ഇവാനെ മുരുക ഇവാനെ മുരുക ഇവാനെ മുരുക ഇവാനെ മുരുക. ചേട്ടായി പുലി ആയിരിക്കും അവരെ കൊണ്ടുപോയേ. നമ്മുടെ മണം കിട്ടിക്കാണോ? ഒറ്റക്കണം മയിലെ, നിന്നെ ആദ്യം കൊല്ലിഞ്ഞ. പേടിയാവുന്നു ചേട്ടായി, ശ്വാസമൊക്കെ പോണ പോലെ. അത് നീ കഴിക്കുന്ന ഫുഡിന്റെ പ്രഷറും കൊളസ്ട്രോളും നിന്നെ കൊല്ലും. ഞാൻ കൊല്ലുന്നതിന് എവിടെ പുലി പോയിട്ട് ഒരു പറി പോലും ഇല്ല. ജോസഫേട്ടാ, ജോസഫേട്ടാ, ജോസഫേട്ടാ! പേടിയാ. ജോസഫേട്ടാ, ആയില്ലയോടാ. കഴിവേറപ്പെടുന്നതിന് മുമ്പായി നിന്റെ നെഞ്ചിൽ ഒരു നമ്പർ പച്ച കുത്തപ്പെടും. 1, 2, 3. തയ്യാറെടുക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി. ജോസഫ്, എവിടെയാണോ നീ? ആരാണോ നീ? എല്ലാവരും ചെവി കുമ്പസാരക്കൂട്ടിനോട് ചേർത്ത് വയ്ക്കുക. എന്റെ രഹസ്യങ്ങൾ കേൾക്കുക. എത്ര മണ്ടനായിരുന്നു ഞാനെന്ന് വിധി എഴുതുക. ആനന്ദിക്കുക. എന്റെ അപ്പൻ ഒരു മന്ത്രവാദിയായിരുന്നു. കള്ളിന്റെ ലഹരിയിൽ, കഞ്ചാവിന്റെ ഉന്മാദത്തിൽ, വേട്ടപ്പെണ്ണിന്റെ വ്രതശുദ്ധിയിൽ അപ്പൻ രക്ഷികളോട് കിന്നാരം പറഞ്ഞു. അപ്പന്റെ വർത്തമാനങ്ങൾ കൊടുവിൽ രക്ഷികൾ ചിരിച്ചു, കരഞ്ഞു, പിന്നെയും ചിരിച്ചു. നെടുവീർപ്പുകൾ ഉതിർത്തു, പാടി പാടി ദേശം കാത്തു. രാവ് കറുത്തപ്പോൾ, ചന്ദ്രൻ അമാവാസി എന്ന പേരിൽ കള്ളപ്പേരിൽ ഒളിച്ചോടിയപ്പോൾ, ഇലകളും മരങ്ങളും ഉറങ്ങിയപ്പോൾ, വെള്ളക്കെട്ടിനെ ഒഴിഞ്ഞു മാറി. ചത്തതിന് ശേഷം എന്തിനാടാ മോനെ ബോഡി തിന്നാൻ? ചിലങ്കയുടെ ശബ്ദം നേർപ്പിച്ച ദേശത്തെ യക്ഷികൾ എന്റെ അപ്പനെ തേടി വന്നു. ചുവന്ന രക്തവും മഞ്ഞളും പച്ചവെറ്റിലയും കളത്തിൽ അടുക്കി പകുത്തം. എന്റെ അപ്പൻ അവർക്കായി കാത്തിരുന്നു. കാത്തിരിപ്പ് നീണ്ടപ്പോൾ അപ്പൻ കള്ളിൽ തന്നെ മാമോദീസ ചെയ്തു. പിന്നെ വിറച്ചുപാടി. യക്ഷികൾ വന്നു, കളത്തിൽ വന്നു, ആഞ്ഞുതുള്ളിൽ ചോര കുടിച്ചു. വാറ്റിന്റെ മണത്തിൽ ലഹരി പൂണ്ട, കഞ്ചാവിന്റെ പുകയിൽ മതം പൊട്ടി അപ്പന്റെ കളത്തിൽ കുനിഞ്ഞിരുന്നു. എടാ പൈസ ഇപ്പൊ നാളെ തന്നാ മതിയോ? പരവായില്ല, നാളെ 10 കിലോ. എടാ പിന്നെ ഇതിപ്പോ റെഡിയാവും. നിങ്ങൾ ഒരു പ്ലേറ്റ് ഉണ്ടാക്കും. പരവായില്ല. നൽകി
പസങ്ങ തിന്നിട്ടു. പക്ഷികളപ്പന്റെ തിരുനെറ്റിയിൽ ഉമ്മ വെച്ച് അങ്ങനെ ഞാൻ പിറന്നു. ഒരു കാതം വഴി വിട്ടിട്ടിടം തന്നോ രക്ഷിമാർക്ക് ഒരു ബലി മാല തരാം. ഒരു കാതം വഴി വിട്ടിട്ടിടം തന്നോ രക്ഷിമാർക്ക് ഒരു ബലി മാല തരാം. വന്നുതുള്ളൂ ഇക്കളത്തിൽ. ഇതാണ് ഒരപരാധിയുടെ അവസാനത്തെ പ്രാർത്ഥന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ഇവിടെ എങ്ങാണ്ട് വെച്ചിട്ടല്ലടാ മുരുക നീ ആ ചെന്നായ്ക്കളെ വെടിവെച്ചിട്ട്. ചെന്നായ ഏട്ടാ ഹൈ റേഞ്ചിലൊന്നും കണ്ടില്ല. അതിന് കൊല്ലാൻ വെച്ചതല്ല, ഒന്ന് ഉന്നം നോക്കിയതാ. ഒരു ഹരം. ഓരോ കഴപ്പേ.